അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ്. ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളിൽ കുറച്ച് പാചകമേ ഉള്ളൂ കേട്ടോ, കുറച്ച് ഉടായ്പ പാചകമൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളിൽ. പിന്നെ നമ്മുടെ നല്ല അടിപൊളി ഒരു 3 ടിപ്സ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇരുന്നാൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ ആ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ അല്ല, അത് വേറെ ടിപ്സ്, ഇത് വേറെ ടിപ്സ്. ഇനി ആ ടിപ്സ് ആണെന്നോർത്ത് ആരും സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. ഇത് വേറെ പുതിയ ടിപ്സ് ആട്ടോ. അറിയാവുന്നവർ കാണുന്ന ടിപ്സ് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇന്ന് നമുക്ക് മാങ്ങ ജ്യൂസ് കൊണ്ടൊരു ഐസ് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. ചുമ്മാ നമുക്ക് ചൂടൊക്കെയല്ലേ, അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ. നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബാ, നമുക്ക് വീഡിയോ കാണാൻ പോവാം. എല്ലാവരും ബാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഭക്തി പാട്ടിലൂടെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? അപ്പൊ പഠിക്കൂ. ഒരു പാട്ട് പാടാൻ പറഞ്ഞു, ഭക്തിപ്പാട്ട് പാടാം. വൈക്കത്തപ്പനു ശിവരാത്രി, വടക്കും നാഥനു ശിവരാത്രി, ഭഗവാനു തിരുനൊയമ്പ്, പിന്നെ ഭഗവതിക്കും തിരുനൊയമ്പ്, ഉണ്ണി ഗണപതിക്കും തിരുനൊയമ്പ്. വൈക്കത്തപ്പനു ശിവരാത്രി, വടക്കും നാഥനും ശിവരാത്രി, ശംഭോ മഹാദേവ ശംഭോ, ശിവ ശംഭോ മഹാദേവ ശംഭോ. മതിയല്ലേ? 4 ലൈനൊക്കെ മതിയല്ലേ? നമ്മൾ രാവിലെ വ്ലോഗ് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഒരു ഭക്തിഗാനം കേൾക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കൂട്ടുകാരൊക്കെ കമന്റ് ഇടട്ടെ. പാട്ട് മുഴുവൻ പാടി 4-5 മിനിറ്റ് ഒക്കെ വരും. അപ്പൊ പിന്നെ വീഡിയോ ലെന്ത് പോകും. അതെ, അത് ശരിയാകത്തില്ലല്ലോ. അതുമല്ല കുറെ നേരം പാടുമ്പോൾ എല്ലാവർക്കും ബോറടിക്കത്തില്ലേ അല്ലേ? ഇനി ഒരു ഭക്തിഗാനായിട്ട് വേറെ ദിവസം വരാം. ഓക്കെ, ഇതിനെ കാണാം കേട്ടോ. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാന്ന് നോക്കിക്കേ. ഇന്ന് ഉപ്പുമാവാണ്. ക്യാരറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇനി എനിക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനൊന്ന് പോകണം. ഇച്ചിരി പച്ചക്കറിയൊക്കെ, ഒപ്പിക്കൽ പച്ചക്കറിയൊക്കെ ഇരിപ്പുള്ളൂ. വെയിലായതുകൊണ്ട് സത്യം പറഞ്ഞാൽ പുറത്തോട്ട് പോകാൻ മടിയായതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് വിടുവാണ് നമ്മുടെ പരിപാടി. അപ്പം ഉപ്പുമാവൊക്കെ റെഡിയായി. അപ്പോൾ ഉപ്പുമാവിൻ്റെ കൂടെ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ, മുട്ട കഴിക്കാൻ. പിന്നെ പപ്പടമുണ്ട്, ഏത്തപ്പഴമുണ്ട്. ഇത്രയൊക്കെ പോരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കൂടാഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്നലെ പുട്ടിനുണ്ടാക്കിയ കടലക്കറിയുടെ കുറച്ച് മിച്ചം ഇരിപ്പുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊക്കെ ധാരാളം അല്ലേ? ഇതൊക്കെ കഴിച്ചാൽ വിശക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ശകല ഉപ്പുമാവേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. എല്ലാം ശകലീച്ച. എല്ലാവരുടെയും കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ? അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കിളിമീനാണ് കിട്ടിയിരിക്കുന്നത്. ഈ കിളിമീനിന് ചിലവർ ചെങ്കലവ എന്നൊക്കെ പറയുന്ന ഈ മീനാന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിന് കിളിമീൻ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി സുന്ദരിയൊക്കെ ആക്കി എടുക്കണം. ഇനി അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഇതിനെ ഒന്ന് സുന്ദരിയൊക്കെ ആക്കി എടുത്തിട്ട് വരാം. കാപ്പൂടിയെല്ലാം കഴിഞ്ഞു. അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കയറി. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും എനിക്ക് മെഴുക്കുവരട്ടിയാണോ എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ തോരനേക്കാട്ടിൽ ഇഷ്ടം മെഴുക്കുവരട്ടിയാണ്. അതുകൊണ്ടാണ് മെഴുക്കുവരട്ടി വെക്കാന്ന് വിചാരിച്ചത്. ഒരു ശകലം മെഴുക്കുവരട്ടി വെച്ചാൽ മതിയാവുമല്ലോ, നമുക്ക് ഉച്ചയ്ക്ക് മാത്രം മതിയല്ലോ നീ. പിന്നെ വൈകിട്ട് നമുക്ക് പലഹാരമല്ലേ. ഇവിടെ സംബന്ധിച്ച് മിക്കവാറും ഇവിടെ ചപ്പാത്തി ആയിരിക്കും. അപ്പം കറിയപ്പം ഇച്ചിരി മതിയല്ലോ. അപ്പം ഇന്നത്തെ മെഴുക്കുവരട്ടി. പിന്നെ ഞാൻ രാവിലെ മീൻ വാങ്ങിച്ചായിരുന്നു. ഞാൻ ആ മീനെല്ലാം
വെട്ടിക്കഴുകി നമുക്ക് കിട്ടിയിരിക്കുന്നത് കിളിമീനാണ്. അപ്പോൾ വെട്ടിക്കഴുകി മുളകൊക്കെ തേച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇതിന്ന് വറുത്താൽ മതി. അപ്പോൾ ഇന്ന് ലുട്ടിലുടുക്ക് പാചകങ്ങളൊക്കെയാണ്. ഇന്ന് വലിയ കാര്യമായിട്ടുള്ള പാചകങ്ങളൊന്നുമില്ല. അപ്പം മെഴുക്കുവരട്ടി മീൻ വറുത്തതും ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് രസം വെച്ചായിരുന്നു. എപ്പോഴും ഈ രസമൊക്കെ വെക്കുന്നത് എന്ത് കാണിക്കാനാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രസം വെക്കുന്നത്, കാണിക്കാൻ കേട്ടോ. തക്കാളിയൊക്കെ ഇട്ട് രസമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തക്കാളി രസം അതുകൊണ്ട്. പിന്നെ നമുക്ക് ഇന്നലെ വെച്ച കുറച്ച് മാങ്ങ കിച്ചടിയുടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ധാരാളം പോരെ നമുക്ക്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ മീനും കൂടെ അങ്ങ് വറക്കാനിട്ടേക്കാം. മീനും കൂടെ വറക്കാനിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ കാണും പോയി ഇരുന്ന് കഴിഞ്ഞാൽ തീർന്നു, കാര്യങ്ങൾ തീർന്നു കേട്ടോ. പിന്നെ മറന്നു പോകും, ഓർക്കത്തേ ഇല്ല ഇങ്ങനെ ഒരു കാര്യം സ്റ്റൗവേൽ ഇരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മ കിട്ടത്തേ ഇല്ല. അതുകൊണ്ട് ഞാനിപ്പം മീൻ വറക്കാൻ ഇട്ടിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ ഒരു കസേര ഇട്ടിട്ടുണ്ട്. ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻ അടുപ്പയിൽ ഇരിക്കുന്ന കാര്യം മറന്നു പോകുമല്ലേ. അപ്പം ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിട്ട് എനിക്ക് പറ്റിയ അബദ്ധമില്ല. അപ്പം എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്, നമ്മൾ അങ്ങനെയാണ് അല്ലേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം എനിക്ക് ഒരു സമാധാനമായി കേട്ടോ. അപ്പം നമുക്ക് കിളിമീനെ വറക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെച്ചേക്കാം. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ സാരി ഉടുക്കുന്ന എല്ലാവരും കാണിച്ചു തന്നായിരുന്നല്ലോ ടിപ്സ്. അപ്പം അതിൽ നമ്മുടെ സരസ്വതി ടീച്ചറാണെന്ന് തോന്നുന്നു കേട്ടോ. ആരാന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. സരസ്വതി ടീച്ചറാണെന്ന് തോന്നുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു സെറ്റ് ഉടുക്കുന്നതും കൂടെ കാണിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഞാനത് മനസ്സിൽ വിചാരിച്ച കാര്യമാണ്. അപ്പം അതൊരു ദിവസം ചെയ്ത് കാണിക്കാം കേട്ടോ. അത് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണുമല്ലോ അല്ലേ. എനിക്കാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ. കൈ കഴിയിട്ടോട്ടെ. അപ്പം ഇത്രയും വറുത്താൽ മതി. ബാക്കി എടുത്ത് നമുക്ക് ഫ്രീസറിൽ വെക്കാമല്ലോ, നാളെ വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പം എനിക്കാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കും. നമ്മളിപ്പോൾ സാരി ഉടുക്കുന്നതും സെറ്റ് ഉടുക്കുന്നതും ഇപ്പം ഞാൻ ഉടുക്കുന്ന രീതി ആയിരിക്കത്തില്ല എൻ്റെ അനിയത്തി ഉടുക്കുന്നത് അല്ലേ. എൻ്റെ അനിയത്തി ഉടുക്കുന്ന രീതി ആയിരിക്കത്തില്ല ഞാൻ ഉടുക്കുന്നത്. അപ്പം ഇപ്പം ആര് അങ്ങനെ ഉടുത്താലും ഞാനിതിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും വേറെ നമ്മൾ ചെയ്യാത്തതായിട്ട് അതിനകത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കാരണം അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും ഇഷ്ടം തോന്നുന്നത് എനിക്ക്. അതുപോലെ എനിക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നോടത് പഠിക്കാനൊക്കെ. അപ്പോൾ ഇതുപോലെ ഞാൻ ഉച്ചേട്ടനോട് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പഠിച്ചോ, പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പോയി പഠിച്ചോ, ഇഷ്ടമാണെങ്കിൽ പഠിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം എൻ്റെ പിന്നെന്തിനാ പഠിക്കുന്നത്, അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പാർലറിലൊക്കെ അങ്ങനെ വേണ്ട എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ വീട്ടിലിട്ടാലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ആ വീട്ടിലിട്ട് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നമ്മുടെ വീട് കുറച്ച് അകത്തോട്ട് കയറിയിരിക്കുന്ന വീടുകളൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഇത് ബുദ്ധിമുട്ടല്ലേ. അപ്പം ആരും എല്ലാവരും അറിഞ്ഞു കേട്ടൊക്കെ വരുന്ന അങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞ അതിന് നമുക്കെന്താ, നമ്മളൊരു തൊഴിൽ പഠിച്ചു നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യുന്നു അല്ലേ, അതിനകത്തൊരു നല്ല രസമല്ലേ അത്. പിന്നെ ഞാൻ പിന്നെ കൂടുതൽ നിർബന്ധിക്കാനൊന്നും പോയില്ല കേട്ടോ. പിന്നെ കുറച്ച് നിർബന്ധിച്ചിരുന്നെങ്കിൽ സമ്മതിച്ചൊക്കെ തരും എനിക്കറിയാം. പിന്നെ ഞാനും ഓർത്തോ വേണ്ട പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പം യൂട്യൂബിലോട്ട് തിരിഞ്ഞത്. യൂട്യൂബിൽ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടംമാതിരി കൂട്ടായി അല്ലേ. ഇനിയിപ്പോൾ എന്ത് വേണം നമുക്കല്ലേ. ഇന്നലെ ജീന ലൈനിലുണ്ടായിരുന്നു. ജീന ഞാനുമായിട്ട് വോയിസ് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജീന ഇപ്പോൾ ഇവിടെ വന്നെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ നന്നാർസാലിലൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇനി വരുമ്പോൾ വരാമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീന് നോക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടിക്ക് പോയാലോ. ആ പരിപാടി എന്താണെന്നറിയാവോ? ഇപ്പം ഇന്ന് എനിക്ക് രാവിലെ ഞാൻ രാവിലെ മീൻ വെട്ടിക്കൊണ്ടിരിക്കാം. ഞാനിവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിലത്തെ കട അടച്ചിടും കേട്ടോ. പിന്നെ ആരെങ്കിലും കയറി വന്നാൽ നമ്മുടെ കൊങ്ങിക്ക് പിടിച്ച് അറിയത്തില്ലല്ലോ. കുറേ കൂടെ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ഇതുപോലെ അതിവിടെ കുറേ വർഷമായി ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ ഇതുപോലെ ഈ ഇങ്ങനെ നടക്കുന്നവരില്ലേ, എന്താ പറയുന്നത്, ഒരുമാതിരി എന്താ പറയുന്നത്, ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ വന്ന രണ്ടുപേരെങ്ങാണ്ടാ. അപ്പോൾ ആ വീട്ടിലങ്ങാണ്ട് കയറിയിട്ട് മറ്റേ അവിടുന്ന് ഒരു മാലയും കമ്മലും ഒക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നേ. അപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെ അടുത്തടുത്തടുത്ത ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട്
അപ്പൊ എന്നിട്ട് ആ വീട്ടിൽ കയറിയിട്ട് എല്ലാ വീട്ടിലും മതിലുണ്ടല്ലോ. അപ്പൊ ആ വീട്ടിൽ നിന്ന് അവിടെ കയറിയപ്പോഴത്തേക്ക് അലമാരി എങ്ങാണ്ട് തുറന്നു കിടക്കുമായിരുന്നു. അപ്പൊ അലമാരി തുറന്നു കിടന്നപ്പോഴത്തേക്കും അവിടെ കയറി സൂപ്പറായിട്ട് മാലയും കമ്മലും എല്ലാം എടുത്തിട്ട് ഈ മതിൽ ചാടി നമ്മുടെ മുറ്റത്തൂടെ ഗേറ്റ് വഴി ഇറങ്ങിയാണ് പോകുന്നത്. വലിപ്പമാണെങ്കിൽ ഞാൻ 2 എണ്ണം കൂടുന്ന വലിപ്പമുണ്ട്, നമ്മൾ പിടിച്ചാലൊന്നും നിൽക്കത്തൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ ഇപ്പുറത്തൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എവിടെ പോവാ, എതിലേ വന്നതായിരുന്നു ചോദിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര പരാക്രമം, നമ്മൾ എന്തെങ്കിലും കളറിലും കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തത് ഇങ്ങനെ പ്രതിഫലിച്ച് നിൽക്കും, ആരുടെയാണേലും ഇല്ലേ. അപ്പൊ നമ്മുടെ ഗേറ്റിൽ കുറ്റിയെടുക്കും. ഞാൻ ചോദിച്ചു നിങ്ങളോടല്ലേ ചോദിച്ചു, നിങ്ങൾ ഏതുവഴി ഈ ചാടി വന്നത്, അതുവഴിയൊന്നും വഴിയില്ലല്ലോ എന്നൊക്കെ ഞാൻ ഇവരോട് പറയുന്നു. ജസ്റ്റ് ഒന്ന് പോയി അവര് കുറച്ചായി കാണത്തേ ഉള്ളൂ. അപ്പോഴേക്കും അവിടുന്ന് അയ്യോ മാലയും കമ്മലും പോയെന്നും പറഞ്ഞ് വിളിച്ചു പറയുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഇതുവഴി, അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇതുവഴിയാണല്ലോ പോയത് എന്ന് പറഞ്ഞു. അപ്പം നമുക്കവരെ പിടിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ തടിയുണ്ട്, പക്ഷെ ഈ തടിയും വെച്ചിട്ട് ഈ ഞങ്ങളുടെ മതിലെങ്ങനെ ചാടിക്കടന്നു എന്ന് എനിക്കറിയത്തില്ല. എന്റെ പൊന്നെ, എനിക്ക് ആണെങ്കിൽ അപ്പുറത്തെ വീട്ടിലോട്ട് എന്തെങ്കിലും ഒന്ന് പോകണമെങ്കിൽ മതിലെന്ന് പറഞ്ഞെങ്കിൽ ഇത്രയും പൊക്കേ ഉള്ളൂ മതിലിന്, എൻ്റെ ഇത്രയും പൊക്കേ ഉള്ളൂ. അപ്പം അറിയാമല്ലോ മതിലിൻ്റെ പൊക്കം. അപ്പം ആ മതിലൊന്ന് ചാടിക്കിടക്കണമെങ്കിൽ ഞാൻ അപ്പുറത്തോട്ട് ചാടണമെങ്കിൽ ഇപ്പുറത്ത് വരെ സ്റ്റൂളൊക്കെ കൊണ്ടിട്ടിട്ട് അകത്തെ കുത്തിയാണ് അപ്പുറത്തോട്ട് ചാടുന്നത്. മനസ്സിലായി? ഇവരൊക്കെ എങ്ങനെ ചാടിയെന്ന് എനിക്ക് അറിയത്തില്ല. കഷ്ടം. എന്തായാലും പോയി, സാധനങ്ങളൊന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. അപ്പം അതുകൊണ്ട് ഇച്ചിരി പേടിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഫ്രണ്ടിലത്തെ കഥ അടിച്ചിട്ട് നീ വെക്കാറുള്ളത്. വില അടിക്കുന്നു. ചെന്ന് നോക്കിയാൽ പറഞ്ഞാൽ ആരാന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് തൂത്തൊക്കെ തരുന്ന നമ്മുടെ പ്രസന്നയാണ്. ഞാൻ പറയാറുണ്ട്. പാവ എനിക്ക് കുറേ മാങ്ങ കൊടുക്കുന്ന നല്ല മൂവണ്ട മാങ്ങയെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുണ്ടോ നല്ല. ഇപ്പം ഇതെനിക്ക് കുറേ ഉണ്ട്. ഞാൻ അതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് ജ്യൂസ് അടിച്ചു. നല്ല മധുരം ഉണ്ട് കേട്ടോ. കുറച്ചെടുത്ത് ഞാൻ ജ്യൂസ് അടിച്ചു. ഇപ്പം വെയിലൊക്കെ അല്ലേ, ഇച്ചിരി ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട് രാവിലെ ജ്യൂസൊക്കെ അടിച്ചു. പക്ഷേ ജ്യൂസ് അടിക്കുന്ന കാര്യം ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. പക്ഷെ എന്തായാലും അതങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ ശരിയാകത്തില്ലെന്ന് വെച്ചാൽ ജ്യൂസൊക്കെ അടിച്ചു, കുറച്ച് കുടിച്ചു. അപ്പോൾ അതാ കുറച്ച് അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചേ എനിക്ക് ഭയങ്കര പണ്ടേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതുപോലത്തെ നമ്മുടെ ഐസ് സ്റ്റിക്ക് ഉണ്ടാക്കുന്നതിനുള്ള ട്രേ ഉണ്ടല്ലോ. അതാ ഇതെൻ്റെ കയ്യിൽ ഇത് കുറേ നാളായി വാങ്ങിച്ചിട്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്തോട്ട് കുറേശ്ശെ നമുക്ക് ഒഴിച്ച് മെഴുക്കോട്ട് കരിയോ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല. ഇത് മാങ്ങ മാത്രം, മാങ്ങ ജ്യൂസാണ്, വേറെ ഒരു കാര്യവും ഇതിനകത്തില്ല. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ഫ്രീസറിലോട്ട് വെക്കും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ കഴിക്കാനായിട്ട്. ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കും. അതുപോലെ മുന്തിരിങ്ങ അടിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ കാണിക്കുന്ന പണി എന്താണെന്നറിയാമോ, നമ്മളെ ടാങ്കില്ലേ, ഉയ്യോ അതിനൊരു ഊട്ട ഉണ്ടായിരുന്നു കേട്ടോ, ജ്യൂസ് മുഴുവനായിട്ട്. അതിനകത്ത് ഒഴിക്കരുതേ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അറിയാതെ പോയി ഒഴിച്ചു പോയി. അപ്പം എന്തോ കുഴപ്പം കൊണ്ട് അതിന് ഊട്ട വീണത്. അതിനകത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇതിനകത്തൊന്നും ഇത് വരുന്നില്ല. അപ്പോൾ പുറത്തിട്ട് 2 കല്ല് തല്ലിയപ്പോഴത്തേക്കും അത് ചെറുതായിട്ട് പൊട്ടി, അങ്ങനെ അതിനകത്ത് ഊട്ട വന്നതാണ്. കണ്ട ഇപ്പം എല്ലാം നിറച്ചൊഴിച്ചു. ഇനി നമുക്ക് ഇതെടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ്. കുറച്ച് നേരം വെച്ചാൽ മതി. നമുക്ക് ഇതിനൊരു ഇങ്ങനെ അടച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ സേഫായിട്ട് അവിടെ ഇരുന്നോളും. ഇനി എൻ്റെ പണി എന്താണെന്നറിയാവോ, ഈ കുഞ്ഞു പിള്ളേർ പോയി ഇത് നോക്കത്തില്ലേ, ആയോ ഇത് ഐസ് കട്ടയായോ എന്നൊരു 10,000 പ്രാവശ്യം പോയി നോക്കും. പക്ഷെ നോക്കി ഞാനിങ്ങനെ അവസാനം തൊട്ട് കുത്തി നോക്കുമ്പോഴത്തേക്കും എനിക്ക് സമയം ചിലപ്പം ഉറച്ചിരിക്കും, ഐസായി കാണുമായിരിക്കും. പക്ഷെ അടിഭാഗം ഐസായി കാണത്തില്ല. ക്ഷമയില്ല എന്ന് വേണം ഇതിന് പറയാനായിട്ട്, അല്ലേ? അപ്പം എന്തായാലും ഞാനിതിപ്പം ഫ്രീസറിലോട്ട് കൊണ്ടുവയ്ക്കട്ടെ. ഇത് കട്ടായി കഴിയുമ്പോൾ കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇത് ജ്യൂസ് മാത്രമല്ലേ. അപ്പം ഇത് ഞാനൊന്ന് ഫ്രീസറിലോട്ട് വെച്ചിട്ട് ഇപ്പം വരാം. അപ്പം അതൊക്കെ കൊണ്ട് ഫ്രീസറിനകത്ത് വെച്ചു. ഇനി കട്ടയാകാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. ചൂടത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം നമ്മുടെ മീൻ വറുത്തതൊക്കെ റെഡിയായി. ഒരു വശം മൂത്തു മറിച്ചിട്ടിട്ടുണ്ട്, മെഴുക്കോട്ട് റെഡിയായി. ഇനിയിപ്പോൾ എൻ്റെ ഉച്ച വരെയുള്ള പണികളൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങി, ഏകദേശമല്ല 3/4 ഭാഗത്തോളം ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല. ഇനി ഇവിടെ ഒന്ന് ക്ലീനാക്കിയൊക്കെ ഇട്ടിരിക്കുക. ഒന്ന് തുടച്ചും കൂടെ കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ മെഴുക്കോട്ട് കോരി ഒരു പാത്രത്തിൽ വെക്കണം, ഇതൊന്ന് അടച്ചു വെക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി കുറച്ച് സമയം ഇനി റെസ്റ്റാണ്. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാം.
ഇപ്പം ചോറുണ്ണാനുള്ള സമയമൊക്കെ ആയി. ഇനി നമുക്കങ്ങ് ചോറുണ്ടേക്കാം അല്ലേ? ഇപ്പം കറികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ കിളിമീൻ ഫ്രൈ ആട്ടോ, നല്ല പച്ച കിളിമീനായിരുന്നു. ചോറിനകത്ത് ഒഴിക്കാനായിട്ട് രസമുണ്ട്, തൈരുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ കറി. പിന്നെ ഉറങ്ങിയ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ചോറുണ്ണട്ടെ. എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? ചോറുണ്ടിട്ട് നമുക്ക് കാണാം കേട്ടോ. കണ്ണിന് താഴെ വരുന്ന ഈ കറുപ്പ്, അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള ഈ കറുപ്പ് മാറാനായിട്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ചെയ്തിരുന്നു. അത് 3 കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഇങ്ങനെ പുരട്ടുന്ന കാര്യവും, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ജ്യൂസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് പിന്നെ കർച്ചീഫിലോ തുണിയിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. 2 അത് കൂടാതെ ഒരെണ്ണം കൂടെ പറഞ്ഞു തന്നായിരുന്നു ഇല്ലേ, നമ്മുടെ തൈരും കാപ്പിപ്പൊടിയും തേനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പുരട്ടുന്ന കാര്യവും പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ 3 എണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇന്നും അതുപോലെ കണ്ണിന് താഴെയുള്ള അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് പോകാനായിട്ടുള്ള ടിപ്സാണ് ഇന്നത്തെ ടിപ്സും. അത് അന്നത്തെ അതല്ല, ഇത് വേറേതാണ്. എനിക്ക് വലിയ കുഴപ്പമില്ല, എങ്കിലും ഞാൻ ഇടയ്ക്ക് ഇത് ചെയ്തു കൊടുക്കാറുണ്ട്. നല്ലതാട്ടോ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതും നല്ല അടിപൊളിയാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. അല്ലാത്ത ഒന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. എന്തിനാ വെറുതെ അല്ലെ? നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്ത്. ഇതിപ്പോ എൻ്റെ ഒരു കൂട്ടുകാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ടിപ്സാണ്. അവളുടെ കണ്ണിൻ്റെ ഈ ചുറ്റും മുഴുവൻ ഭയങ്കര കറുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കറുപ്പായിരുന്നു. ഒരു ദിവസം ഞാൻ ഇതുപോലെ കാണാനിടയായപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ ഈ കറുപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടല്ലോ, എങ്ങനെയാ മാറിയേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് കാര്യം പറഞ്ഞു തന്നു. അപ്പൊ ആ ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അജിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതല്ലേ, അപ്പൊ ഇത് ചാനലിലിട്, അപ്പൊ ഒത്തിരി പേർക്ക് ഇത് പ്രയോജനപ്പെടും അല്ലെ, പ്രയോജനപ്പെടുന്നവർക്ക് പ്രയോജനപ്പെടട്ടെ, ഇടണേ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഇത് കുറച്ച് ദിവസമായി കൈ കിട്ടിയിട്ട്. പക്ഷെ നമുക്കിപ്പോ ഓരോ ദിവസവും ഓരോ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ അത് ഇടാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞാൻ അപ്പൊ എന്നും എന്നോട് ചോദിക്കും, അത് ഇട്ടോ യൂട്യൂബിലിട്ടോ. ഞാൻ പറഞ്ഞില്ല. അപ്പൊ എന്നോട് ഇട്ടില്ല അല്ലേ എന്ന് എന്നോട് ചോദിക്കും. കാരണം എൻ്റെ ചാനൽ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട് ഇതുവരെ ഇടാൻ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഞാൻ ഇട്ടാത്ത ഇന്ന് ഇടുന്നുണ്ട്, നോക്കിയിരുന്നോളാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ ഇതിനകത്ത് ഇന്ന് ഞാൻ ഇതുപോലെ തന്നെ 3 ടിപ്സ് കാണിക്കുന്നുണ്ട്. അന്ന് 3 എണ്ണം കാണിച്ചു, ഇന്ന് 3. അന്ന് കാണിച്ചതല്ല ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത്രേ ഏത്തപ്പഴം ഒന്നും വേണ്ട. ഇതെന്താ ഇവിടെ തിന്നാൻ പോകാമെന്നൊന്നും വിചാരിക്കുമല്ലോ. അപ്പോൾ ഇത്രേ ഏത്തപ്പഴം വേണ്ട. നമുക്ക് കണ്ണിനടിയിൽ തേക്കാൻ മാത്രം ഒരു ശക്കലം മുറിച്ചെടുക്കാം നമുക്ക് ഇതിൽ നിന്ന് അല്ലേ. ഇതാ ഇത്രയും മാത്രം ഞാൻ മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി നമുക്ക് തിന്നാം അല്ലേ. ഇപ്പം എന്തായാലും ഞാൻ തിന്നുന്നില്ല, രാവിലെ പറഞ്ഞാൽ തിന്നത്. അങ്ങനെ തിന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. അപ്പം നമ്മൾ ഇതാ ഇത്ര ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ കണ്ണിനടിയിൽ ഇടാനായിട്ട് ശക്കലം മതിയാവുമല്ലോ. അപ്പം ഈ ഏത്തപ്പഴം ഇത് അരിഞ്ഞോ അത് വെറുതെ 2ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാലും മതി കേട്ടോ. അപ്പം ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇപ്പം ഓടി വരും. അപ്പം എന്താ നല്ലോണം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒരു ചെറിയൊരു ബൗളിലിട്ട് മാറ്റാം. നമുക്ക് തേക്കാനുള്ള സൗകര്യത്തിനാട്ടോ. മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് നമുക്കിതിനകത്തോട്ട് മാറ്റാം. കണ്ട അത്രയും തന്നെ അരച്ചിട്ട് ഇതാ ഇത്രയുണ്ട്. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ട ഇത്ര. അപ്പം ഈ പഴം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് ഞാൻ എടുത്തു. അപ്പം ചെറിയ ജാറിലിട്ട് അരയ്ക്കാൻ ശ്രദ്ധിക്കണം. വലിയ ജാറിലിട്ടാകുമ്പോഴത്തേക്ക് ഇത് അരയ്ക്കാൻ പറ്റത്തില്ല, ഇതിങ്ങനെ പറന്ന് കളിക്കും. അതുകൊണ്ട് ചെറിയ ജാറിലിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്തിരിക്കും. പിന്നെ ചെറിയ ജാറിലിട്ട് ശരിക്കും അരയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഒരു ശകലം ഇപ്പം ഇതിനകത്തോട്ട് ഇപ്പം ഞാൻ ഒഴിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുള്ളി പാലാണ്. അപ്പം നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് ശരിക്കും അരയുന്നില്ല എന്നുണ്ടെങ്കിൽ ശകലം പാലും കൂടെ ചേർത്ത് അരച്ചെടുക്കാം.
കേട്ടോ, അങ്ങനെയും ചെയ്യാം. പിന്നെ നന്നായിട്ട് നിങ്ങൾക്ക് അരഞ്ഞു കിട്ടി. ഇപ്പൊ എനിക്കിത് നന്നായിട്ട് അരഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പാല് അപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിന്റെ കൂടെ പാലൊഴിച്ച് ശരിക്കും അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ പഴം മാത്രമായിട്ട് അരച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് പാല് ചേർക്കാം. പാല് ഞാൻ മിൽമ പാലാണ് ചേർത്തിരിക്കുന്നത്. ശകലം പാല് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏത്തപ്പഴവും പാലും വിറ്റാമിൻ അല്ലേ. ഇത് ഏത്തപ്പഴം കുഴഞ്ഞ് തന്നെ ഇരിക്കുന്നത്. അപ്പം അതിനകത്തോട്ടൊരു ശകലം പാലും കൂടെ ചേർത്ത് കൊടുക്കുക. അല്ല, ഇത് മതി. ഈ പരുവാണെങ്കിൽ മാത്രമല്ല നമുക്ക് കണ്ണിൻ്റെ താഴോട്ട് നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഈ കണ്ണിൻ്റെ ചുറ്റും ഇത് ഒന്ന് തേച്ച് കൊടുക്കാം. തേച്ച് ഞാനിത് ഈ വിരൽ കൊണ്ടാണ് എടുത്തിട്ട് നമ്മുടെ കറുപ്പുള്ള ഭാഗത്ത് ഇതുപോലെ കണ്ട ഇതുപോലെ തേച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പതുക്കെ. ഏറ്റവും സോഫ്റ്റാണ് ഇവിടെ കണ്ണിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ തിന്നായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പതുക്കെ വേണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും 1 മിനിറ്റ് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇത് കണ്ടോ, ക്ലോക്ക് വേസ് ആൻറ്റി ക്ലോക്ക് വേസ് അങ്ങനെ വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ പതുക്കെ ചെയ്യാളൂ. കണ്ണിനടിയാണ്, ആരും അമക്കി ചെയ്ത് പോകരുത്. എൻ്റെ കറുപ്പ് ഇപ്പം തന്നെ ഞാൻ കളഞ്ഞിട്ടേ ഉള്ളെന്നും പറഞ്ഞിട്ട് ആവേശം കൂടി ആരും സ്പീഡിൽ ചെയ്യാൻ പാടില്ല. ഇതേമാതിരി പയ്യെ 1 മിനിറ്റ് ചെയ്തിങ്ങനെ കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു കേട്ടല്ലോ, ആവേശം കയറിയിട്ട് ആരും സ്പീഡിൽ ചെയ്ത് ഇങ്ങനെ എനിക്കിപ്പം തന്നെ ഈ കറുപ്പ് മാറണം എന്നും വെച്ചിട്ട് ഭയങ്കര സ്പീഡിൽ ഭയങ്കര അമർത്തി ഒന്നും ചെയ്യാൻ പാടില്ല. തിന്നായിട്ടുള്ള സ്ഥലമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. 1 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് ഇതേമാതിരി നമ്മൾ വെച്ചോണ്ടിരിക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് സമയം നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കണം. എന്നിട്ട് 10 മിനിറ്റിന് ശേഷമേ ഇത് കഴുകിക്കളയാവുള്ളൂ. ഇത് രാവിലെയും വൈകിട്ടും ചെയ്താൽ ഒരുപാട് നല്ലതാണ്. നമ്മൾ രാവിലെ ചെയ്യുക. വൈകിട്ടാണെങ്കിൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക കേട്ടോ. ഇനിയിപ്പം രാവിലെ ചെയ്യാൻ മടി ഉള്ളവരെ എന്ത് ചെയ്യണമെന്നറിയാമോ? വൈകിട്ട് ചെയ്യുക. ഒരിക്കലും ഇത് ചെയ്തിട്ട് വെയിലത്തോട്ട് ഇറങ്ങാനായിട്ട് പാടില്ല. നല്ല ഒരു ടിപ്സാണ് ഇത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുടച്ച് മാറ്റുകയോ കഴുകിക്കളയോ ഒക്കെ ചെയ്യാം. 10 മിനിറ്റ് ആവട്ടെ. അപ്പോൾ 10 മിനിറ്റായി. ഇനി നമുക്കിത് തുടച്ച് മാറ്റാം. തുടച്ച് കളയുമ്പോഴും പതുക്കെ തുടച്ച് കളയാളൂ കേട്ടോ. സ്പീഡിലങ്ങ് തുടച്ച് കളയല്ലേ, പയ്യന്. ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ കണ്ണിന് താഴെയുള്ള കറുപ്പിനെയൊക്കെ നമുക്ക് ഓടിച്ച് പമ്പ കടത്തി വിടാം കേട്ടോ. ഇതേമാതിരി ചെയ്യുക. കണ്ണിന് ചിലപ്പോൾ നമുക്ക് കാണത്തില്ലേ, ചിലവർക്കൊക്കെ കാണും. ശരിക്കും ഇത് ഉറക്കമില്ലായ്മയിൽ നിന്ന് വരും കേട്ടോ. കണ്ണിന് ഇവിടെ ചുറ്റുമുള്ള കറുപ്പ് ഉറക്കമില്ലായ്മ. എനിക്ക് പിന്നെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. എനിക്ക് കട്ടിൽ കാണേണ്ട താമസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈനടം വിഷ്ണു രോഗം അങ്ങനെയാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കമാണ്. പിന്നെ ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് കണ്ണിനടിയിൽ കറുപ്പ് വരുന്നത്. പക്ഷെ എനിക്കൊന്നും ഇനി വരാൻ പാടില്ലാഴിയൊന്നുമില്ല. എപ്പം വേണമെങ്കിലും വരാം. നമുക്കതൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ കാണിച്ചു തരാൻ പോകുന്ന കാര്യം, ഇവിടെ കുറച്ച് ഞാൻ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ്, ഇപ്പം ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ണിനടിയിലൊക്കെ ഇടാനെടുക്കുമ്പോഴത്തേക്കും ഏറ്റവും നല്ല കാപ്പിപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു ശകലം അതും ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പാല് കേട്ടോ. കവറുപാലാണ് ഇത്. നമുക്ക് പശുവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കവറുപാൽ ഒഴിക്കുന്നത്. ശകലം പാലൊഴിച്ചു കൊടുക്കുക. നമുക്കത് ഒന്ന് കണ്ണിൽ തേക്കാൻ പറ്റണം. അതുപോലെ വേണം അത് എടുക്കാനായിട്ട് കേട്ടോ. ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനടിയിൽ തേക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നന്നായിട്ട് എടുക്കുക. കുറുകുന്ന പരുവത്തിൽ എടുക്കുക. കണ്ടോ, ഈ പരുവം. ഇനി നമുക്കിത് കണ്ണിൻ്റെ ചുറ്റും നമുക്ക് തേച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ എടുക്കുക. നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം.
എത്ര മടിച്ചുകളാണേലും ഇത് ചെയ്യണം കേട്ടോ. കാരണം ഇത് വലിയ പാടൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ്. കണ്ട അതുപോലെ തന്നെ 1 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ക്ലോക്ക് വേസ് ആൻറ്റി ക്ലോക്ക് വേസ് അങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ട ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്തെങ്കിൽ തിരിച്ച് 10 പ്രാവശ്യം ചെയ്യുക. അറിയാലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ പയ്യനെ പതുക്കെ ചെയ്യാലോ. അത് കഴിഞ്ഞ ടിപ്സ് പറഞ്ഞ പോലെ ആവേശം മൂത്താലും ഒന്നും ചെയ്യല്ലേ. ഇങ്ങനെ പയ്യനെ ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റിന് ശേഷം നമ്മളിത് നിർത്തുക. എന്നിട്ട് 10 മിനിറ്റ് നമ്മളിത് വെച്ചോണ്ടിരിക്കുക. 10 മിനിറ്റ് വെച്ചോണ്ടിരിക്കുക. 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയോ തുടച്ച് കളയോ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. കേട്ടല്ലോ. അപ്പം ഇതും വൈകിട്ട് ചെയ്യുക. രാവിലെയും വൈകിട്ടും ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ചിലവർക്ക് മടിയായിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് സമയം കിട്ടത്തില്ലായിരിക്കും. സമയക്കുറവ് മൂലം ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ദിവസവും 1 പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കണം. 2 ആഴ്ച അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ്. 100% ഉറപ്പാണ് റിസൾട്ട്. ചെയ്ത് നോക്കിയവർ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന ടിപ്സാണ്. അല്ലാണ്ട് വെറുതെ ഉള്ള ടിപ്സ് ഒന്നും അല്ല. വെറുതെ ഉള്ള ടിപ്സ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്ത് നിങ്ങളെ കാണിക്കാറുമില്ല. എനിക്കതിന് താല്പര്യവും ഇല്ല. നമുക്ക് റിസൾട്ട് കിട്ടുന്ന ടിപ്സ് മാത്രമേ ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാറുള്ളൂ. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് കഴിക്കളയാം. അപ്പോൾ 10 മിനിറ്റ് ആയി. ഇനി നമുക്കിത് തുടച്ചു മാറ്റാം. ഞാനിപ്പം കഴുകാൻ അങ്ങോട്ട് പോകണം, അതുകൊണ്ടാണ് തുടച്ചു മാറ്റുന്നത് കേട്ടോ. കഴുകി കളഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് തുടച്ചു മാറ്റണം. 10 മിനിറ്റ് വെച്ചാൽ മതി. എന്നാ സമയമുണ്ട് അല്ലേ? ഒരു ശക്കലം സമയം നമ്മൾ ഈ ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് കളയണം കേട്ടോ. കളയാത്തവരോടാണ് ഞാൻ പറയുന്നത്. ചിലവർ പറയും വേറെ പണിയൊന്നും ഇല്ലയെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. നമ്മുടെ മുഖം സുന്ദരമായിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അല്ലേ? നമ്മൾ തന്നെ അതൊക്കെ ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം 2 ടിപ്സായി. അത് രണ്ടും നല്ല അടിപൊളി ടിപ്സാണ് പറഞ്ഞു തന്നത്. ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം വരുന്നു. അതിന് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങാണ് എടുക്കേണ്ടത്. കണ്ടോ, ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. തൊലി ഇങ്ങനെ ചിരണ്ടി കളയാൻ എനിക്ക് കുറച്ച് നേരം ഒന്നും ചിരണ്ടിക്കൊണ്ട് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെത്തിയെടുത്തു. കേട്ടോ, തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചുരണ്ടാനുള്ള താമസമായതുകൊണ്ട് ചെത്തിക്കളഞ്ഞു. അത്രയ്ക്ക് മിടുക്കിയ കേട്ടോ. എന്നിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണിത്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങ് ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ കയറ്റി വെച്ചത് എടുക്കരുത്. എന്നിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിനെ നൈസായിട്ട്, അതായത് തീരെ കനം കുറച്ചിട്ട് അതായത് മാതിരി കട്ട് ചെയ്തെടുക്കണം. റൗണ്ടിൽ കട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. കാണിച്ചു തരാം. അതിപ്പം അങ്ങനെ ഇതുമാതിരി കനം കുറച്ച് കട്ട് ചെയ്യുക. അതെ, കണ്ട, ഇപ്പോൾ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് മറ്റേ കണ്ണിലും കൂടെ വെക്കണ്ടേ. അപ്പം 2 എണ്ണം നമുക്ക് കട്ട് ചെയ്യാം. ഇത് 2 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചും ചെയ്യാം, കുക്കുംബർ എടുത്തും ചെയ്യാം. ഇത് രണ്ടും നല്ലതാണ്. ഇതിങ്ങനെ കനം കുറച്ച് മുറിച്ചെടുത്തിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചത് വേണ്ട, ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് എപ്പം ഇങ്ങനെ വെക്കണം തോന്നും അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലി കളയുക, കഴുകുക, മുറിച്ച് കനം കുറച്ച് മുറിക്കുക. എന്നിട്ട് കണ്ണിൽ ഇങ്ങനെ അങ്ങ് വെക്കുക. എന്നിട്ട് കണ്ണടച്ച് 10 മിനിറ്റ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. ഇത് സൂപ്പർ അടിപൊളി ടിപ്സാണ് കേട്ടോ. ഇത് അനുഭവത്തിലൂടെ ഓരോരുത്തർ പറഞ്ഞു തന്ന ടിപ്സാണ്. അപ്പം ഇത് 10 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പം ഞാൻ 10 മിനിറ്റ് വെച്ചില്ല, ഇപ്പം ഞാൻ എടുത്തതേ ഉള്ളൂ. നിങ്ങളോട് ഞാൻ പറയാണ്, കണ്ണിനടിയിൽ കറുപ്പുള്ളവരിത് 10 മിനിറ്റ് വെക്കുക. അത്രേ ഉള്ളൂ. 10 മിനിറ്റ് ശേഷം കഴുകിക്കളയുക, തുടച്ച് കളയുക ചെയ്താൽ മതി. പക്ഷേ ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സുഖം, നല്ല തണുപ്പാട്ടോ. നല്ല ഉരുളക്കിഴങ്ങ് ഏറ്റവും നല്ലതല്ലേ. ഇപ്പം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റാൻ തോന്നുന്നില്ല കേട്ടോ. നല്ല സുഖമുണ്ട് ഇങ്ങനെ വെച്ചിട്ട് കണ്ണടച്ച് പിടിക്കുമ്പോൾ. എന്താ തണുപ്പ്, നല്ല സൂപ്പർ കേട്ടോ. നല്ല രസമുണ്ട്, നല്ല രസം, നല്ലൊരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ കണ്ണടച്ച് പിടിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ജോലികൾ കിടക്കുമല്ലേ. അപ്പം നമുക്ക് അതിനൊന്നും സമയമില്ലല്ലോ. അപ്പം അതും അങ്ങനെ 10 മിനിറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും
ഈ 3 ടിപ്സും എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ ചുറ്റും കറുപ്പുള്ളവർ ഈ 3 ടിപ്സും 3 ടിപ്സിൻ്റെ കേട്ടോ, ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഈ 3 ടിപ്സ് കാണിച്ചു തന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഏതെങ്കിലും ടിപ്സ് ഒരു 2 ആഴ്ച അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. അതിന് യാതൊരു സംശയമില്ല കേട്ടോ. നല്ല അടിപൊളി ടിപ്സാണ് പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഈ വീഡിയോയ്ക്ക് എന്തൊന്നും കൂട്ടുന്നില്ല, ചിലപ്പോൾ കൂടിപ്പോകുന്ന കേട്ടോ, അറിയാതെ നമ്മൾ എടുത്തെടുത്ത് വരുമ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴല്ലേ അറിയത്തുള്ളത് കൊണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.